നിക്ഷേപമെന്ന മുഖ്യമന്ത്രിയുടെ വാദം തള്ളി ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലോ ദക്ഷിണേന്ത്യയിലോ അത്തരം നിക്ഷേപങ്ങൾക്ക് നിലവിൽ ആലോചനയില്ല എന്ന് ടാറ്റ വക്താക്കൾ. മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും തെറ്റായ വിവരം നൽകിയതാകാമെന്നും ഇക്കണോമിക് ടൈംസിന് നൽകിയ മറുപടിയിൽ ടാറ്റ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിശയോക്തി നിറഞ്ഞതെന്നും ടാറ്റ അധികൃതർ. ഗൗതം ആമ്രകുഞ്ചം വിവരങ്ങളുമായി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. ഗൗതം, ഇന്നലെ കഴിഞ്ഞ ദിവസം ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നത്. അതിലാണ് ഇപ്പോൾ അത് പൂർണ്ണമായും തള്ളുകയാണോ ടാറ്റ വക്താക്കൾ? എന്താണ് അവർ പറയുന്നത്? സ്വാതി, എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്ര എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് നൽകിയ വിശദാംശങ്ങളും വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ടാറ്റയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് എക്കണോമിക് ടൈംസ് അഭിപ്രായം തേടുകയും അതിൽ പ്രതികരണം തേടി മെയിൽ അയക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ടാറ്റയുടെ വക്താക്കൾ അത്തരത്തിലൊരു നിക്ഷേപത്തിനുള്ള യാതൊരു സാധ്യതയും നിലനിൽക്കുന്നില്ല എന്നും നിലവിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും പിന്നീട് ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതുമായ കാര്യങ്ങൾ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസാധാരണമായ സമ്മർദ്ദ സാഹചര്യത്തിൽ പ്രതികരിച്ചതാകാം എന്നതാണ് ടാറ്റ അധികൃതർ നൽകുന്ന വിശദീകരണം. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യയിലോ പ്രത്യേകിച്ച് കേരളത്തിലോ അത്തരത്തിൽ 10,000 കോടിയുടെ ഒരു തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കുള്ള പദ്ധതികളും ടാറ്റ ആലോചിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ടാറ്റ അധികൃതർ ഈ എക്കണോമിക് ടൈംസിന് നൽകിയിട്ടുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ മറ്റേതെങ്കിലും രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടതാകാമെന്നും ടാറ്റ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ടാറ്റ കമ്പനിയോ അതിൻ്റെ അധികൃതരോ കേരള സർക്കാരുമായോ ദക്ഷിണേന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളുടെ ഭരണകൂടവുമായോ യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, 10,000 കോടിയുടെ വലിയ നിക്ഷേപം എന്ന നിലയിലുള്ള നിക്ഷേപത്തിന് നിലവിൽ പദ്ധതി ഇടുന്നില്ല എന്നതാണ് ടാറ്റ അധികൃതർ നൽകുന്ന വിശദീകരണം. വാർത്താ സമ്മേളനത്തിനിടെ, അതായത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടും പോർട്ട് സിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതിനിടെയാണ് ആദ്യമായി ടാറ്റയുടെ വൻ നിക്ഷേപം കേരളത്തിൽ നടക്കുമെന്നത് പോർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഷിപ്പിംഗ് യാർഡ് നിർമ്മാണത്തിൽ ടാറ്റ പങ്കെടുക്കുമെന്നും അതിനായി 10,000 കോടിയുടെ പദ്ധതിക്കുള്ള കരാറിലേക്ക് എത്തിയിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വി ഡി സതീശൻ വ്യക്തമാക്കിയത്. പക്ഷേ ആ വിഷയത്തിലാണ് ഇപ്പോൾ ടാറ്റ അധികൃതർ നിഷേധിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ദേശീയ മാധ്യമത്തിന് പ്രതികരണം നൽകിയിരിക്കുന്നത്. സ്വാതി.